പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ നമ്മുടെ വ്യാഴാഴ്ചയിലെ ശുശ്രൂഷ ഒരു തീയാക്കി കർത്താവ് മാറ്റിയിട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകം നന്ദി. ഇന്ന് ശരിക്ക് ഒരു ഭക്തന്റെ ഹൃദയ വികാരം, യേശുവിലേക്ക് അടുക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയവികാരം എന്തായിരിക്കണം എന്നാണ് ഹബക്കൂക്ക് പ്രവചനം 3, 17, 18, 19 വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ വചനം പറയാണ്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും. ഒന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, എന്തോരം കാര്യങ്ങളാ ശരിക്കും പറയണതല്ലേ. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് തന്നെ. പലപ്പോഴും പലരുടെയും സ്പിരിച്വാലിറ്റിയിൽ തലതിരിഞ്ഞ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ. ഇതൊക്കെ പോവാന്ന് പറഞ്ഞാൽ ശരിയായ സ്പിരിച്വാലിറ്റി. അതാണ് തുടർന്ന് പറയണത് സഹോദരങ്ങളെ, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഹബക്കൂക്ക് പ്രവാചകനിലൂടെ നൽകപ്പെട്ട ഒരു പ്രവാചക സ്വരമാണ്. ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കർത്താവായ ദൈവമാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടാലും ശരിക്ക് ജോബിന്റെ ഒരു അനുഭവമാണ്. ജോബ് ശരിക്കും ഓരോ നഷ്ടപ്പെടുമ്പോഴും ഉള്ളിൽ ചില സങ്കടവും കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പ്രിയ സഹോദരങ്ങളെ, ദൈവം തന്നു ദൈവം എടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് പറയണേക്കാൾ മുമ്പ് ഇച്ചിരി അത് പൊരുത്തപ്പെട്ടു പോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹോദരങ്ങളെ. നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേദനയും പ്രയാസമൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇച്ചിരി ഈ ദൈവമായിട്ടൊക്കെ ചിലപ്പോൾ കർത്താവായിട്ട് യേശുവായിട്ടൊക്കെ ഒരു ശണ്ടയൊക്കെ കൂടിയേക്കാം. എൻ്റെ കർത്താവ് വെറുതെ ഇല്ല. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നഷ്ടധൈര്യരാകരുത്. ഒറ്റ കാര്യം, എൻ്റെ ദൈവം എന്നെ കൈവെടിയില്ല. മനുഷ്യര് നമ്മളെ കൈവെടിയും. നിങ്ങള്, നമ്മുടെ ജീവിത പങ്കാളി, മക്കള്, പ്രിയപ്പെട്ടവര്, കൂടപ്പിറപ്പ്, ഇവരൊക്കെ നമ്മളൊരു പക്ഷെ കൈവെടിയാം. വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഉറ്റ സുഹൃത്തുക്കള് പറ്റുന്നു, പറയാൻ പറ്റുന്നില്ല. മനുഷ്യന്മാരാണ് അവരൊക്കെ. ദൈവം നമ്മെ കൈവെടിയുകയില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവിന്റെ ശക്തമായ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ പേരും പരിശുദ്ധാത്മാവ് അതിശക്തമായ വിധത്തില് നിങ്ങൾ ഓരോരുത്തരെയും ചലിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.